ഇവിടെ അപകടം നടത്തിയ ശേഷം എൻ്റെ വണ്ടിയെ വാഹനമായിട്ട് ഞാൻ കാരുക്കടയിൽ കിഴക്കോട്ട് വരുമ്പോൾ എന്നെ ഒമ്പോണ്ട് മുക്കി വെച്ച എന്നെ ഇടിക്കേണ്ട വണ്ടി ഞാൻ വെട്ടി തിരിച്ചുകൊണ്ട് ആ വണ്ടി മതിലെ പോയി ഇടിച്ചു. ആ ഇടിച്ചിട്ട് വീണ്ടും അപകടം ഉണ്ടാക്കിയ വീണ്ടും പടിഞ്ഞാട്ട് പോയി. പിന്നെ നിർത്താതെ പോയി. എൻ്റെ ആപ്പയായിരുന്നു കിടന്ന വണ്ടിയായിരുന്നു. ആപ്പയായിരുന്നു വണ്ടി. ആ വണ്ടി ഓടിച്ചു ഞാൻ പടിഞ്ഞാറ് കാരുക്കടയിൽ കിഴക്കോട്ട് വരുമ്പോഴാണ് ഈ വണ്ടി വരുന്നത് കണ്ടതുകൊണ്ട് ഞാൻ വണ്ടി വരുന്നത് കണ്ടു എടുത്ത് മാറ്റിക്കൊണ്ട് ആ ഇടി പോയി തെക്കെ ആ ഒരു വ്യക്തികളെ വീട് മതിൽ ഇടിച്ച് തകർന്നു. എന്നിട്ട് അവിടുന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് ഒറ്റ പിടിച്ച് വിട്ടു. ആ വെട്ടി വണ്ടി നിർത്തിയില്ല, നിർത്താതെ പോയതാ. പിന്നെയാണ് അവർ ആ അക്കരയ്ക്ക് വെച്ച് അവർ പോലീസുകാർക്ക് ശാസ്ത്രാടെ പോലീസുകാർ വന്ന് വണ്ടി പിടികൂടിയത്. സീറ്റ്സ് വാങ്ങി റോഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് വന്നു. ഓപ്പോസിറ്റ് വന്ന് അവർ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ആ ബൈക്ക് ഇരിക്കുന്ന ഭാഗത്ത് വെച്ചാണ് ഈ കാർ ഓടി ഓവർ സ്പീഡ് നല്ല സ്പീഡായിരുന്നു. ഓണൊന്നും അടിക്കാൻ വന്ന് കയറി ഇടിച്ചിട്ട് ആ വണ്ടി ഏകദേശം പൊങ്ങി ഏകദേശം ഒരു 10 മീറ്റർ മുന്നോടെ വന്ന് വീഴുന്നത്. ഇവർ രണ്ടുപേരും വണ്ടിക്ക് മേലെ പൊങ്ങിയിട്ട് ഒരാൾ വന്ന് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് വീണ്. അങ്ങനെയാണ് ആ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടാനുള്ള കാരണം. പൊട്ടിയിട്ട് ഒരാൾ ഫ്രണ്ടിലോട്ടും ഒരാൾ സൈഡിലോട്ടുമാണ് വീണത്. ഈ ഫ്രണ്ടിലോട്ട് വീണ ഉടനെ അവിടെ അല്ലാതെ ആൾ കൂടി അവൻ്റെ സ്റ്റിയറിംഗ് വരെ നമ്മുടെ കൂടെ ഒരു പയ്യൻ കയറി പിടിച്ചു. വണ്ടി എടുക്കില്ല, വണ്ടി അടിക്കുക ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രണ്ടിലൊരു സ്ത്രീ ഇരുന്നിട്ടാണ് ആ ഡോക്ടർ എന്ന് പറയുന്നത്. അവരാണ് വണ്ടി പോട്ടെന്ന് കൈ കാണിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോട്ടെന്ന്. അപ്പോൾ അവർക്ക് പുറത്തോട്ട് ആദ്യം വണ്ടി ചെറിയ ഒരു ഈവൻ വണ്ടിയാണ്, ഹൈറ്റ് കുറവായതുകൊണ്ട് വണ്ടി കയറിയില്ല. അതുകൊണ്ട് അവർ പിന്നെ അയാൾ ചെറുതായിട്ടൊന്ന് റിവേഴ്സ് എടുത്തിട്ടാണ് പിന്നെയും വലിച്ച് മുമ്പോട്ട് കയറ്റിയത്. അതായിരിക്കണം ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഞാനാണ് കൊണ്ടുപോയത്. അവരെ കൊണ്ടുപോയപ്പോൾ ഇത്രയും ഭാഗം ഇങ്ങനെ ഇളകിയിരിക്കുകയാണ്. അതാ ഒരച്ചുകൊണ്ട് പോയതിൻ്റെ ആയിരിക്കും ഇത്രയും ഭാഗം ഇളകിയത്. പിന്നെ വാരിയിൽ പൊട്ടാനുള്ള കാരണം നെഞ്ചത്തൂടെ ടയർ കയറി ഇറങ്ങിയതാണ്. സ്കൂട്ടർ ഓടിച്ച ആൾക്ക് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് വീണത്. അവർക്ക് പിന്നെ കയ്യിലോട് മാത്രമേ ഉള്ളായിരുന്നു.